നമസ്കാരം. ഭഗവത്ഗീത വീഡിയോ സെഷൻ പാർട്ട് 101 ഏവർക്കും സ്വാഗതം. നമുക്ക് സെൻറ്ററിങ് ചെയ്ത് പ്രോഗ്രാം ആരംഭിക്കാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനത്തിൽ ഇരിക്കുക. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമുക്ക് ഡിസ്കഷൻ ആരംഭിക്കാം. 17-ാം അധ്യായം നമ്മൾ തുടരുകയാണ്. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് 11-ാമത്തെ ശ്ലോകത്തിൽ നിന്നാണ്. അഫലാകാംക്ഷിഭിർ യജ്ഞ വിധിദൃഷ്ടോ യ ഇജ്യതേ യജ്ഞ യഷ്ടവ്യമേവേതി മനഃ സമാധായ സ സാത്വികഃ. യജ്ഞം അനുഷ്ഠിക്കപ്പെടേണ്ടത് തന്നെ എന്ന മനസ്സിനെ ഉറപ്പിച്ച് ശാസ്ത്രവിധമായ ഏതൊരു യജ്ഞം ഫലത്തെ ഇച്ഛിക്കാത്തവരാൽ അനുഷ്ഠിക്കപ്പെടുന്നുവോ അത് സാത്വികമാകുന്നു. അഭിസന്ധായ തു ഫലം ദംഭാർത്ഥം അപി ചൈവ യത് യുജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിധി രാജസം. അല്ലയോ അർജുന, ഫലത്തെ ഉദ്ദേശിച്ചോ ഡംഭ് കാണിക്കാൻ വേണ്ടിയോ യജ്ഞം ചെയ്യുന്നുവെങ്കിൽ ആ യജ്ഞം രാജോഗുണപ്രദമാണെന്ന് അറിഞ്ഞാലും. വിധിഹീനം അസുഷ്ടാനം മന്ത്രഹീനം അദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. വിധിപ്രകാരമല്ലാതെയും അന്നദാനം കൂടാതെയും മന്ത്രഹീനമായ ദക്ഷിണ കൂടാതെയും വിശ്വാസശൂന്യമായി ചെയ്യപ്പെടുന്ന യജ്ഞം തമോഗുണ പ്രധാനം എന്ന് പറയപ്പെടുന്നു. ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചം ആർജവം ബ്രഹ്മചര്യം അഹിംസാച ശരീരം തപ ഉച്യതേ. ദേവന്മാർ, ബ്രാഹ്മണൻ, ഗുരുക്കന്മാർ, ജ്ഞാനികൾ ഇവരെ പൂജിക്കുക. അഭ്യന്തര ശുചിത്വം, വക്രത്വമില്ലായ്മ, ബ്രഹ്മചര്യം, അഹിംസ എന്നിവയാണ് ശരീരം കൊണ്ടു ചെയ്യേണ്ട തപസ്. അനുദ്വേഗകരം വാക്യം, സത്യം പ്രിയഹിതം ചയത്, സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തവ ഉച്യതേ. മനക്ഷോഭത്തെ ഉണ്ടാക്കത്തതും സത്യമായതും പ്രിയങ്കരവും ഹിതകരവുമായ വാക്കും അധ്യാത്മശാസ്ത്ര പഠനവും വാങ്മയമായ തപസ്സാകുന്നു. മനഃപ്രസാദ സൗമ്യത്വം, മൗനമാത്മവിനിഗ്രഹ, ഭാവസംശുദ്ധി ഇത്യേതത് തപോ മാനസമുച്യതേ. മനസ്സിന്റെ തെളിമ, അതായത് ശുദ്ധി, സൗമ്യഭാവം, മൗനം, ആത്മനിയന്ത്രണം, സ്വഭാവശുദ്ധി എന്നിവ മനസ്സുകൊണ്ടുള്ള തപസ് എന്ന് പറയപ്പെടുന്നു. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത് ത്രിവിധം നരൈഹി അഫലാകാംക്ഷിഭിർ യുക്തൈഹി സാത്വികം പരിചക്ഷതേ. ഫലം ഇച്ഛിക്കാത്തതും യുക്തന്മാരുമായ ആളുകൾ പരമമായ ശ്രദ്ധയോടുകൂടി ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യുന്ന 3 വിധമായ തപസ്സും സാത്വികം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ ആധ്യാത്മികതയുടെ യഥാർത്ഥത്തിലുള്ള എന്താണ് അതിൻ്റെ ഫീലിംഗ്, എങ്ങനെയാണ് ഒരു ആധ്യാത്മികമായി ഉയർന്നൊരവസ്ഥ എന്നുള്ളത് പറഞ്ഞു തരികയാണ്. അത് ക്യാരക്ടർ ഫോർമേഷനാണ്, സ്വഭാവ രൂപീകരണമാണ് ആധ്യാത്മികത എന്ന് ഇവിടെ വ്യക്തമാക്കി പറയുന്നത്. അപ്പൊ ആധ്യാത്മിക ഉയർച്ച എന്ന് പറഞ്ഞാൽ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് കണ്ണടച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ആഴത്തിലേക്ക് പോയി സമാധി അവസ്ഥ കൈവന്നു പെട്ടെന്ന് ഈശോ ദർശനം ഉണ്ടായി എന്ന് പറയുന്ന കാര്യങ്ങളല്ല. ആധ്യാത്മികമായി ഉയർച്ച, ലാലാജി മഹാരാജ് ആദിഗുരു സഹജമാർഗത്തിന് ആദിഗുരു പറഞ്ഞത് ആധ്യാത്മിക ഉയർച്ച ക്യാരക്ടർ ഫോർമേഷൻ തന്നെയാണ്. ക്യാരക്ടർ ഫോർമേഷൻ, അതായത് സ്വഭാവ രൂപീകരണം ഇല്ലാത്ത ഒരു ആധ്യാത്മിക ഉയർച്ചയ്ക്ക് യാതൊരു അർത്ഥമില്ല എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ സ്വഭാവ രൂപീകരണം? നമ്മുടെ ഉള്ളിലുള്ള ആ സ്വഭാവം, നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താ?
നമ്മുടെ ഉള്ളിലുള്ള ആ ദിവ്യത്വം, അതാണ് നമ്മൾ ശരിക്കും, അതാണ് നമ്മൾ നിലനിർത്തുന്നത്. അത് മനസ്സിലൂടെയും ശരീരത്തിലൂടെയും പ്രവർത്തിച്ചിട്ട് പലതരത്തിലും മാനിഫെസ്റ്റ് ആകും. പ്രപഞ്ചത്തിലെ പല 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 ജീവജാലങ്ങളെയും നമുക്ക് കാണാം. ഏറ്റവും താഴെയുള്ള കല്ല് തൊട്ടിട്ട് മനുഷ്യൻ വരെയും ദേവീ ദേവന്മാരും എല്ലാം ആ സോഴ്സിന്റെ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് ആണ്. അത് ഇൻഫിനിറ്റ് ആണ്. അത് പൂർണ്ണമായിട്ടും പുറത്തേക്ക് പ്രകടമാക്കാൻ സാധിച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികമായിട്ടുള്ള പരിണാമം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ സാധനയും അതിന് വേണ്ടിയിട്ടാണ്. ലാലാജി മഹാരാജിന്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, സഹജമാർഗത്തിന്റെ ഏറ്റവും കൺസൈസ് ആയിട്ട് അതിന്റെ ഉള്ളടക്കം, ഗോഡ് ഹാസ് ഹിഡൻ ഹിംസെൽഫ് ഇൻ യുവർ ഹാർട്ട്സ് ടു റിവീൽ യു, നൗ ഹൈഡ് യുവർ സെൽഫ് ടു റിവീൽ ഗോഡ്, ദിസ് ഇസ് ദ സാധന എന്ന് പറഞ്ഞിട്ട്. അതായത് ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിൽ ഒളിച്ചിട്ട് നിങ്ങളെ വെളിവാക്കിയിരിക്കുന്നു. നിങ്ങൾ അതിന് ഒളിച്ചിരിക്കും, ഉള്ളിലേക്ക് ഒളിച്ചിരിക്കും. അപ്പോൾ അദ്ദേഹം വെളിവാകുന്നതാണ്. ഇതാണ് സ്പിരിച്വൽ സാധന. അദ്ദേഹം ഉള്ളിലേക്ക് ഒളിച്ചത് എന്തുകൊണ്ട്? എന്താണ് പ്രകടമായത്? ഈഗോ. അപ്പൊ നമ്മൾ കാണിക്കുന്നത് പോലെ ഞാൻ എന്ന് പറയുന്നത് പോലെ എൻ്റെ ഈഗോ ആണ്. എൻ്റെ ഈഗോ എന്ന് പറഞ്ഞാൽ എൻ്റെ സൃഷ്ടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ ഒരു ഞാൻ എന്ന ഫീലിംഗ്, എൻ്റെ ആഗ്രഹം ഞാനും കൂടി സൃഷ്ടിച്ച പല 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 ശരീരങ്ങളും പല അനുഭവങ്ങളുമാണ് ഞാൻ, ഈഗോ. അതൊരു സത്യം പറഞ്ഞിരിക്കുകയാണ്. ഉള്ളിൽ നിന്ന് എവിടെ നിന്നാണ് ഈ ശക്തി കിട്ടുന്നത്? എൻ്റെ ഉള്ളിലുള്ള സോഴ്സ്. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്, സംസാരിക്കുന്നത് എവിടുന്ന്, ഞാൻ കാണുന്നത് എന്തുകൊണ്ട്, ഞാൻ സ്പർശിക്കുന്നത് എന്തുകൊണ്ട്, ഞാൻ ചെവി കൊണ്ട് കേൾക്കുന്നത് എന്തിന്റെ ശക്തി കൊണ്ട്, ആരാണ് ഇതെല്ലാം ചെയ്യുന്നത്? അതാണ് എൻ്റെ ഉള്ളിലുള്ള ജീവൻ. അത് പോയാൽ പിന്നെ ഒന്നുമില്ല. ഈ ശരീരം മാത്രമേ ഉള്ളൂ, അതിനൊന്നുമില്ല. പിന്നെ അത് വേഗം ക്രിമേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഉള്ളിലുള്ള സോഴ്സ് അദ്ദേഹത്തിനെ റിവീൽ ചെയ്യണ സാധനം. അതിന് വേണ്ടിയിട്ട് എന്താ? ഈഗോനെ സബ്ലിമേറ്റ് ചെയ്യണം, മറക്കണം എന്നാണ്. ഹൈഡ് യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. അതിനെ ഉള്ളിലേക്ക് ഒളിച്ചിരിക്കണം, ഈഗോനെ മാറ്റണം. അതെങ്ങനെയാണ് മാറ്റുക? അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. അതിനാണ് തപസ് എന്ന് പറയുന്നത്. ആ ഈഗോനെ എങ്ങനെ നമ്മൾ ഇല്ലാണ്ടാക്കും, അതിനുള്ള മെത്തേഡ്സിനാണ് തപസ്. അതിനാണ് ത്യാഗം എന്നുള്ള കാര്യം. ത്യാഗം ചെയ്യുന്ന എന്താ? ഈഗോന്റെ സൃഷ്ടികളെ, ഈഗോ സൃഷ്ടിച്ച ഓരോരോ കാര്യങ്ങളെയും നമ്മൾ ഒഴിവാക്കി അതിന്ന് മനസ്സിനെ വിഡ്രോ ചെയ്തിട്ട് യഥാർത്ഥത്തിലുള്ള സോഴ്സിലേക്ക് കണക്ട് ചെയ്യണം. അതാണ് ത്യാഗം. അപ്പൊ നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും, നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ, നമ്മളെ പ്രവൃത്തികൾ എല്ലാം പൂർണ്ണമായിട്ടും ആ ഉള്ളിലുള്ള അദ്ദേഹത്തിനെ വെളിവാക്കുന്ന രീതിയിലാണ്. അതാണ് നമ്മുടെ സഹജമാർഗത്തിലെ ഏറ്റവും കാതലായിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ്സ്. ലവ് ഓൾ ഹൂം ഹി ലവ്സ്, അതായത് അദ്ദേഹം സ്നേഹിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുക. ലവ് ഹിം ഹൂ ലവ്സ് ഓൾ, എല്ലാവരെയും സ്നേഹിക്കുന്ന അദ്ദേഹത്തെ സ്നേഹിക്കുക. അപ്പൊ ആ ഒരു സ്നേഹമായിട്ട് പരിണമിക്കുക, പൂർണ്ണമായിട്ട് ഉള്ളിലുള്ള സ്നേഹം പ്രകടമാക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം കൊണ്ടു നടക്കുക. ഇതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ ലക്ഷ്യം. അതിനെന്താ വേണ്ടത്? ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചിന്തകൾ പ്യുവറായിരിക്കും. അവിടെയാണ് നമ്മുടെ ആദ്യത്തെ തലത്തിൽ. നമ്മുടെ ഒരു തരത്തിലും ഈഗോ ഉണ്ടാക്കുന്ന ചിന്തകൾ നമ്മളെ അലട്ടാൻ പാടില്ല. അതെങ്ങനെയാ ഉണ്ടാവുക? സഹജമാർഗം അതിനേക്കാളും മുമ്പിലേക്ക് പോവാണ്, അതിനേക്കാളും ആഴത്തിലേക്ക് പോവാണ്. ഈ ചിന്തകൾ ഉണ്ടാവുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഇംപ്രഷൻസ്, സംസ്കാരങ്ങൾ കാരണം. ആ സംസ്കാരങ്ങളെ ശുദ്ധീകരിക്കുക. അതിനാണ് നമ്മുടെ മാസ്റ്റർ ട്രാൻസ്മിഷൻ തന്നെ, പ്രാണാഹുതിയിലൂടെ നമ്മൾ ഉള്ളിൽ സൃഷ്ടിച്ച, ഈഗോ സൃഷ്ടിച്ച സംസ്കാരങ്ങൾ എന്നുള്ള വിത്തുകൾ അതിനെ ശുദ്ധീകരിക്കണം. അതാണ് ആദ്യത്തെ തരത്തിലുള്ള തപസ് എന്ന് പറഞ്ഞാൽ ചൂടാണ്. അപ്പൊ ആ ട്രാൻസ്മിഷൻ എന്നുള്ള ഡിവൈൻ എനർജി നമ്മുടെ ഉള്ളിലുള്ള സ്ഥൂലതകളെ മാറ്റിയിട്ട് അതിനെ എനർജിയാക്കി മാറ്റി, പിന്നെ അതിനെ അബ്സല്യൂട്ട് ആക്കി മാറ്റിയാണ്, പൂർണ്ണതയിലേക്ക് തിരിച്ചത്. അപ്പൊ നോട്ട്സിനെ അൺവൈൻഡ് ചെയ്യണം. അതാണ് ആദ്യത്തെ തരത്തിലുള്ള നമ്മുടെ സാക്രിഫൈസ്, തപം. അപ്പൊ എനിക്ക് അദ്ദേഹം അല്ലാതെ ഒന്നും എൻ്റെ ഹൃദയത്തിൽ ഇനി വേണ്ട. അപ്പൊ അദ്ദേഹത്തിന് തന്നെ എൻ്റെ ഉള്ളിലേക്ക് ആഹുതി ചെയ്യുന്നു. ഞാൻ എൻ്റെതായിട്ടുള്ള എല്ലാ സൃഷ്ടികളെയും ഞാൻ ശുദ്ധീകരിച്ച് കളയാണ്, ക്ലീനിങ് പ്രോസസ്സിലൂടെ. അത് നമ്മൾ നല്ലത് ചീത്ത ഒന്നും നമ്മൾ നോക്കുക, എല്ലാ കോംപ്ലക്സിറ്റീസിനെയും ഇമ്പ്യൂരിറ്റീസിനെയും എടുത്ത് കളയണം. രണ്ടാമത്തെ തരത്തിലെ തപസ് എന്താണ്? നമ്മൾ അതിന്ന് വരുന്ന ചിന്തകൾ, ഈ സംസ്കാരങ്ങൾ അൺവൈൻഡ് ചെയ്ത് ഒരു പ്രത്യേക സാഹചര്യത്തിലെ നമുക്ക് ചിന്തകൾ വരും. നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന സീഡ്സ് എന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ല. നമ്മൾ വളരെ നല്ല മനുഷ്യനാണെന്ന് ചിന്തിച്ചിരിക്കുകയായിരിക്കും. നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു അനുഭവം ഉണ്ടായി, ഒരു വ്യക്തി മുമ്പിൽ വന്നാൽ പെട്ടെന്ന് ക്യാരക്ടർ വന്നാൽ പെട്ടെന്ന് ആ നെഗറ്റീവായിട്ടുള്ള ഇംപ്രഷൻസ് വരും. നമുക്ക് പെട്ടെന്ന് വിശന്നിരുന്നാൽ ദേഷ്യം വരും. ഇപ്പൊ പരീക്ഷത്തിന്റെ അത് കിട്ടുന്നത്, പരീക്ഷത്ത് മഹാനായിട്ട് രാജാവായിരുന്നു, പക്ഷെ അദ്ദേഹം വിശന്ന് വലഞ്ഞ് വന്നപ്പോൾ
ഒരു ഋഷി തപസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം കണ്ണു തുറന്നില്ലേ വിളിച്ചിട്ട് വെള്ളം ചോദിച്ചിട്ട്. അപ്പൊ ദേഷ്യം വന്നൊരു ചത്ത പാമ്പിനെ കഴുത്തിൽ കിട്ടുന്നു. പരീക്ഷിത്ത് ഏറ്റവും മഹാഭാഗവതം എന്ന് പറയും, അത്രയും വലിയ ഭക്തനാണ്. അപ്പോ ആ പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് നഷ്ടപ്പെട്ടു. അത് നമ്മൾ ചിന്തകൾ എങ്ങനെയാണ് നമ്മൾ എൻവയൺമെന്റ് നമ്മൾ ബാധിക്കുന്നത് മനസ്സിലായി. അത് കഴിഞ്ഞ് വാക്കുകൾ, നമ്മുടെ ചിന്തകൾ പ്രകടമാകുന്ന വാക്കുകളാണ്. ചിന്തകളെ റെഗുലേറ്റ് ചെയ്യുന്നത് ധ്യാന സമയത്താണ്. സഹജമാർഗത്തിൽ ധ്യാനത്തിൽ പറയുന്നത് ചിന്തകളെ അവഗണിക്കുക എന്നാണ്. ചിന്തകൾക്ക് അതിൻ്റെതായ ശക്തിയില്ല. അത് നമ്മൾ ഈഗോ അതിലേക്ക് അറ്റാച്ച്, ആഗ്രഹങ്ങൾ കൊണ്ട് അറ്റാച്ച് ചെയ്യും മാത്രമേ ആ ചിന്തകൾക്ക് ശക്തിയുള്ളൂ. നമ്മളൊരു ചിന്ത പുറത്തേക്ക് വരികയാണ്, അപ്പൊ ആ ചിന്തനെ പിടിച്ചിട്ട് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്ന് വെച്ചിട്ട് അതിനെ ജഡ്ജ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ പുറകെ പോകും. അങ്ങനെ മെഡിറ്റേഷൻ ചിന്തകളുടെ പുറകെ പോകും. അങ്ങനെ മെഡിറ്റേഷന്റെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ ചിന്തകളെ അവഗണിക്കുന്നതും ഒരു തരത്തിലുള്ള ത്യാഗമാണ്. എനിക്ക് എൻ്റെതായുള്ള ചിന്തകൾ വേണ്ട, എനിക്ക് അദ്ദേഹത്തിന്റെ ചിന്ത മാത്രം മതി. അപ്പൊ നമ്മൾ മനസ്സിനെ ഹൃദയത്തിലേക്ക് തിരിച്ചുവിടണം. നിരന്തരമായി ചിന്തിക്കുകയാണ് മെഡിറ്റേഷൻ. നിരന്തരമായിട്ട് എന്ത് ചിന്തിക്കുക? അദ്ദേഹത്തിന് ആ ഒറിജിനൽ സോഴ്സിനെ പറ്റി ചിന്തിക്കുക, നമ്മുടെ ലക്ഷ്യത്തിനെ പറ്റി ചിന്തിക്കുക. അപ്പൊ അവിടെയും നമ്മൾ സാക്രിഫൈസ് നടത്തി. പിന്നെ അടുത്ത തരത്തിൽ സാക്രിഫൈസ് എന്താ? വാക്കുകളുടെ സാക്രിഫൈസ്. വാക്കുകൾ എപ്പോഴും അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായ അഭ്യസനം എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അനുദ്വേഗകരം വാക്യം? നമ്മൾ വാക്ക് പറയുമ്പോൾ വളരെയധികം വേദനിപ്പിക്കാത്ത രീതിയിൽ. മഹാത്മാഗാന്ധിജി പറയുന്നുണ്ട്, അഹിംസ ഇൻ തോട്ട്സ് വേർഡ്സ് ഡീഡ്സ്, എല്ലാത്തിലും അഹിംസ വേണം. ചിന്തകളിൽ അഹിംസ, ചിന്തകളിൽ ഹിംസ വന്നു കഴിഞ്ഞു. വാക്കുകൾ ഹിംസ. എങ്ങനെ? വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുക. നമ്മൾ ആധ്യാത്മികമായിട്ട് ഉയർന്നിട്ടുണ്ടാവും, പക്ഷേ വാക്കുകളിൽ നമുക്ക് വേദനിക്കാം. ഒരു സംഭവം ഉണ്ടായി നിന്റെ അനുഭവത്തിൽ. ഒരു ഗ്രൂപ്പ് ആൾക്കാരിങ്ങനെ ധ്യാനത്തിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ ഒരു സ്ഥലത്ത് ചെന്നു. വിളിച്ചിരിക്കുകയാണ് അവർക്ക് ഒരു ക്ലാസ് എടുക്കാൻ. അപ്പോൾ 500 ആളെ ഇൻവൈറ്റ് ചെയ്തു. വന്നവർ 5-6 ആളെ ഉള്ളൂ. അപ്പൊ ഈ വന്ന ആൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. നിങ്ങൾ എന്താ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്? നിങ്ങൾ ഇങ്ങനെയാണോ ഒരാളെ ട്രീറ്റ് ചെയ്യുന്നത്? 500 ആൾ വരുന്നിട്ട് ഇപ്പൊ ഇവര് സാരല്ലേ, സോറി, ഞങ്ങൾ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാം എന്ന് പറഞ്ഞു. ഒരു മാസത്തെ കഴിഞ്ഞ് പിന്നെയും പ്രോഗ്രാം വെച്ചു. അപ്പോൾ കുറച്ച് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് വന്നിട്ട് ടോക്ക് നടത്തി. എന്താണ് ടോക്ക്? ദേഷ്യം വരരുത് എന്നാണ്. ദേഷ്യം വരുന്നത് വളരെ മോശമാണെന്ന് പറഞ്ഞിട്ട് ടോക്ക് നടത്തി. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ആദ്യം ദേഷ്യം വന്ന ഒരാൾ ദേഷ്യം വരരുതെന്ന് പറയുമ്പോഴോ, അപ്പോൾ എൻവയൺമെന്റ് കാരണം ദേഷ്യം വന്നു. അപ്പോൾ അങ്ങനെ ഒരാള് സ്വഭാവം ഉണ്ടോ? സ്വഭാവം എന്താണ്? അപ്പോൾ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും പ്രകടിപ്പിക്കാൻ സാധിക്കണം, അപ്പോഴേ നമ്മുടെ സ്വഭാവമുള്ളൂ. വാക്കുകൾ അഹിംസയുള്ളതും അനുദ്വേഗകരമാക്കേണ്ടതും എപ്പോഴും മുമ്പിൽ നിൽക്കുന്ന ആൾ ആരാണോ എന്താണോ എന്ന് നോക്കേണ്ട, വേദനിപ്പിക്കരുത്. പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും വളരെ നാച്ചുറൽ ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ മാത്രം ഈഗോ കാരണം ജഡ്ജ് ചെയ്യുന്നു. ഇയാൾ നല്ലതല്ല, അയാളോട് അങ്ങനെ സംസാരിക്കാം. ഇയാൾ എനിക്ക് ഗുണം ചെയ്യുന്ന ഒരാളാണ്, അപ്പൊ അയാളോട് കുറച്ച് റെസ്പെക്റ്റോടെ സംസാരിക്കണം. ചിലപ്പോൾ അയാൾ നമുക്ക് ഇഷ്ടമല്ലാത്ത ആളായിരിക്കും, എന്നാലും അയാളോട് താണു ഉണങ്ങി നിൽക്കും. വേറെ ഒരു മനുഷ്യൻ നല്ല മനുഷ്യനായിരിക്കും, അയാളോട് ക്രൂര. ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരാൾ ക്യൂവിൽ നിന്ന് വരികയാണ്, പേഷ്യൻ്റ് ആയിട്ട് വരികയാണ് ഹോസ്പിറ്റലിൽ. പോയിട്ട് ക്യൂവിൽ നിന്ന് വരും, ടോക്ക് എടുത്തിട്ട് വരും. നേരെ മറിച്ചിട്ടോ പൈസക്കാരൻ ഒരാളെന്ന് പറയും, വരൂ ഇരിക്കൂ, സീറ്റ് കൊടുക്കുകയും ചായ കൊടുക്കുകയും. എന്താ കാരണം? ആളുടെ കയ്യിൽ പൈസ ഉണ്ട്, തരാൻ പൈസ ഉണ്ട്. അപ്പോൾ വാക്ക് മാറി. അങ്ങനെയല്ല, അനുദ്വേഗകരം വാക്ക് വരുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന്. ഈശ്വരൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കണം എന്ന് ലാലാജി മഹാരാജ് പറയുന്നു. ഒരു വിധത്തിലും ഹൈപ്പിച്ചോ ലോപ്പിച്ചോ. ഹൈപ്പിച്ചെപ്പോഴും ദേഷ്യപ്പെടുന്ന മാതിരി. നമ്മളിപ്പോൾ ഉറക്കം സംസാരിക്കുകയാണെങ്കിൽ ഒരാളോട് ഉറക്കം സംസാരിക്കുന്ന എപ്പോഴാണ്? ദൂരെ നിൽക്കുമ്പോഴാണ്. അപ്പോൾ ദൂരെ നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ വളരെ ദൂരമുള്ള ആൾക്കാരുടെ ഉറക്കം സംസാരിക്കുന്നു. അതുകൊണ്ട് ഒച്ച വെക്കരുതെന്നാണ്, ദേഷ്യം പോലെ തോന്നും. ഉറക്കം സംസാരിക്കരുത്. പിന്നെ ഡബിൾ അർത്ഥങ്ങളുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. ലാലാജി മഹാരാജ് പറഞ്ഞു, ഒരു വാക്കിന് തന്നെ ഇരട്ട അർത്ഥങ്ങൾ, കളിയാക്കുന്ന പോലെ വാക്കുകൾ പറയുക, അത് അവോയ്ഡ് ചെയ്യണം. ഇങ്ങനെ വാക്കുകൾ നമ്മുടെ നാവിന്റെ മുകളിൽ നമുക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ ആധ്യാത്മിക സാമ്രാജ്യത്തിലെ രാജാവാകും എന്നാണ് പറയുന്നത്. മറ്റുള്ളവർ ഹൃദയത്തിന് നമുക്ക് ഡയറക്റ്റായിട്ട് സ്പർശിക്കാൻ സാധിക്കും. ഹൃദയത്തിലുള്ളത് തന്നെ ചിന്തകളിലും തന്നെ വാക്കുകളിലൂടെയും പ്രവഹിക്കാൻ നമ്മൾ അനുവദിക്കണം. ഒരു വിധത്തിൽ ഈഗോയുടെ ഇന്റർഫിയറൻസ് വരരുത്. പ്രവൃത്തികളും അങ്ങനെ തന്നെയാണ്. പ്രവൃത്തികൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. അത് നമ്മൾ പറഞ്ഞു, വേദവ്യാസന്റെ സ്റ്റേറ്റ്മെന്റ്, പരോപകാര പുണ്യായ പാവായ പരപീഡനം. ഒരിക്കലും ആരെയും ഇഞ്ചുറി ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചിന്ത പാടില്ല. ചിന്തയോടുകൂടി ഒരു ആക്ഷൻ പാടില്ല. അപ്പൊ അത് തപസ്സിന്റെ ലെവൽ. ഇതൊക്കെ തപസ്സാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്? എല്ലാം എൻ്റെ ഉള്ളിലുള്ള, എൻ്റെ ഈശ്വരന്, എൻ്റെ ഹൃദയത്തിലുള്ള മാസ്റ്റർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യുള്ളൂ. എൻ്റെ ഈഗോന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. അതാണ് ഏറ്റവും വലിയ ത്യാഗം. എൻ്റെ ഈഗോ എന്നോട് പറയണം അത് ചെയ്യാൻ,
അപ്പൊ എനിക്കതാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആഗ്രഹങ്ങൾ പറയുന്നത് ഇന്നത് ചെയ്യുന്നതാണ്, പക്ഷെ എൻ്റെ ഹൃദയം പറയുന്നു അങ്ങനെ ചെയ്യുന്നത്. അതാണ് സഹജമാർഗത്തിൽ പറയുന്നത്, സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഹൃദയത്തിലേക്ക് ശ്രദ്ധിക്കൂ എന്നാണ് എപ്പോഴും. അതാണ് ഏറ്റവും വലിയ ത്യാഗം. നമ്മൾ വീട്ടിൽ തന്നെ ചിലപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ തൽക്കാലം വേണ്ട അല്ലെ, എല്ലാവരുടെയും നന്മയ്ക്ക് ഇതല്ല നല്ലത്. അപ്പോൾ സ്നേഹം ജയിക്കണം. നമ്മളൊരു ഉദാഹരണം പറഞ്ഞു, കുട്ടിയുടെ മുമ്പിൽ നമ്മൾ കളിക്കുക, നമ്മൾ കുട്ടിയുടെ ചെസ് കളിക്കുമ്പോൾ കുട്ടീനെ ഈസിയായിട്ട് തോൽപ്പിക്കാം, പക്ഷെ കുട്ടീനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് സങ്കടവും, നമ്മൾ തോറ്റു കൊടുക്കും. എന്താ കാരണം? ജയിക്കേണ്ടത് സ്നേഹമാണ്. ഇങ്ങനെ ഈഗോ തോറ്റു കൊടുക്കാൻ തയ്യാറാവുമ്പോൾ സ്നേഹം വിജയിക്കുന്നതാണ്. അതാണ് ചാരിജി മഹാരാജ് പറഞ്ഞത്. ലവ് ആൻഡ് ഡെത്ത് എന്നൊരു വളരെ ഭംഗിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സീരീസ് ഓഫ് പ്രസംഗം അദ്ദേഹത്തിന്. ഈഗോ മരിക്കാൻ തയ്യാറാവണം, ഈഗോനെ സാക്രിഫൈസ് ചെയ്യാൻ സാധിക്കണം, എന്നാലേ നമുക്ക് സ്നേഹമുള്ളൂ എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈഗോന്റെ മരണമാണ് ഈശ്വര സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു രീതിയിൽ ജീവിതത്തിനെ മോഡൽ ചെയ്ത് വരുമ്പോൾ മനസ്സ് കൂടുതൽ കൂടുതൽ സ്നേഹത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കും. മനസ്സെപ്പോഴും ശാന്തമായി വരും, അന്തരീക്ഷം ശാന്തമാവും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ യഥാർത്ഥമായിട്ടുള്ള ക്യാരക്ടർ ഇസ് പ്യുവർ ലവ് എന്നാണ് ചാരിജി മഹാരാജ് പറഞ്ഞത്. ആ യഥാർത്ഥത്തിലുള്ള പ്യുവർ ലവ് എപ്പോഴും നമുക്ക് പ്രകടമാക്കാൻ സാധിക്കും. പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും പോലെ ആനന്ദത്തോടെ നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വരനെ നമുക്ക് പ്രകടമാക്കാം. എല്ലാ ജീവജാലം, ഇപ്പൊ ഒരു കുയില് പാടുന്നത് ഒരിക്കലും മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയിട്ടല്ല. കുയില് സന്തോഷം പാടും, മയില് ഡാൻസ് ചെയ്യുന്നത് മയില് സന്തോഷമാകുമ്പോൾ ഡാൻസ് ചെയ്യും. പൂക്കൾ അങ്ങനെയാണ്. ഇപ്പൊ ഒരു തുമ്പപ്പൂ പൂത്ത് നിൽക്കുന്നത് ആരെയും കാണിക്കാനല്ല, ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതിന്റെ മൂലയിൽ അത് പൂക്കുണ്ടാവും. ഒരു ജീവജാലം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, അവരുടെ സന്തോഷം വരുമ്പോൾ അവർ പ്രകടമാകും. അതുപോലെ എൻ്റെ ഉള്ളിലുള്ള ആനന്ദം ആണ് എന്നെ കൊണ്ട് ഈ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ആനന്ദം എന്നുള്ള ആ സത്യം നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. ഈഗോ മാറി നിൽക്കുമ്പോൾ ആ ആനന്ദം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഹാപ്പിനെസ് ആണ്. എല്ലാ സിറ്റുവേഷനിലും ഒരേ രീതിയിലുള്ള സ്നേഹം പ്രകടമാക്കാനും ആ ഈശ്വരനായിട്ട് കണക്റ്റഡ് ആയിട്ട് ജീവിക്കാനും ആ ബ്ലിസ്ഫുൾ ജീവിക്കാനും നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതാണ് തപസ്, സാത്വികമായ തപസ് എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് അവസാനിപ്പിക്കാം. വീണ്ടും ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താഴെ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ട് മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യൂ. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.